ഹായ് ഓൾ, ഹാപ്പി മോർണിംഗ്. അങ്ങനെ നമ്മളെല്ലാവരും ഒരിക്കൽ കൂടി ഹിൽ ഗ്രോയിൽ രാവിലെ 5:30 കണ്ടുമുട്ടിയിരിക്കുകയാണ്. നമ്മളെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ എത്തിച്ച നമ്മുടെ നമ്മളോട് ചേർന്ന് നിൽക്കുന്ന എല്ലാ സാഹചര്യങ്ങൾക്കും, നമ്മുടെ പ്രകൃതിക്കും, നമ്മൾ വിശ്വസിക്കുന്ന പ്രകൃതി ശക്തിക്കും നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് അർപ്പിക്കുകയാണ്. എനിവേ ഓൾ ദി വെരി ബെസ്റ്റ് മൈ ഡിയേഴ്സ്. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അങ്ങനെ 2025 ജനുവരിയും കഴിഞ്ഞ് ഫെബ്രുവരി ഇതാ കഴിയാനായിട്ട് നിൽക്കാണ്. ഈ സമയത്ത് ഇന്നുള്ള ഒരു സെഷനാണ് മധുരം. നിങ്ങൾക്ക് എന്താ മധുരത്തെ കുറിച്ച് മനസ്സിലോട്ട് വരുന്നത്? മധുരം എങ്ങനെയാണ്, അല്ലെങ്കിൽ മധുരം എന്ന് കേൾക്കുമ്പോൾ എന്താണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്? മധുരം മധുരം ഏറ്റവും പ്രിയമുള്ളതാണ്. നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. ഹാപ്പിനെസ്. ഓക്കെ, നമുക്കത് ആരും തന്നെ മധുരം വിഷമിച്ചിട്ട് കഴിക്കില്ല. എല്ലാവരും സന്തോഷത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ മധുരം കഴിക്കുക. ഇപ്പൊ നമ്മള് കടൽ കാണാൻ പോകുന്ന സമയത്ത് ആരും തന്നെ ഐസ്ക്രീം വീട്ടിലിരുന്ന് കഴിക്കാൻ എല്ലാവർക്കും ഇഷ്ടം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. നമ്മുടെ പ്രായമായ ഉമ്മമാരൊക്കെ. പക്ഷെ ഈ കടല് കാണാൻ പോകുന്ന സമയത്ത്, അല്ലെങ്കിൽ കല്യാണത്തിന് പോകുന്ന സമയത്തൊക്കെ നമ്മൾ അവിടെ കണ്ടിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, എത്ര മധുരം അങ്ങനെ റിസ്ട്രിക്റ്റ് ആയവർ പോലും കുറച്ച് എന്തെങ്കിലും എടുത്ത് കഴിക്കും. അത് മനസ്സ് ഹാപ്പിനെസ്സിലാണ്. ആ സമയത്ത് നമ്മൾ മധുരം കഴിക്കും. ഓക്കെ, എഗെയിൻ ഞാൻ ഒന്നുകൂടെ പറയുന്നു, മനസ്സ് ഹാപ്പിനെസ്സിലാണ് എങ്കിൽ, ഒരു ഹാപ്പിനെസ് മൂഡിലാണ് എങ്കിൽ നമുക്ക് ഓൾറെഡി മധുരം കഴിക്കും. ഇനി ഹാപ്പിനെസ് അല്ലാത്ത സമയത്ത് നമ്മൾ ഓൾറെഡി മധുരം കഴിക്കും. അതെപ്പോഴാണ്? ചില ആളുകൾക്ക് വിശക്കുന്ന സമയത്ത്, വിശപ്പ് വരുന്ന സമയത്ത് എന്തെങ്കിലും ഒരു മധുരം കഴിച്ചാൽ ഒരു ആശ്വാസമാണ്. അതാണ് കുറച്ചുകൂടെ പെട്ടെന്ന് ആ വിശപ്പിനെ ശമിപ്പിക്കാനൊക്കെ പറ്റുക. എനിക്ക് പറയാനുള്ളത്, മധുരത്തിന് ഒരുപാട് സ്വഭാവമുണ്ട്. അതിന് അതിൻ്റെതായിട്ടുള്ള ഒരു സ്മെല്ലുണ്ട്, ടേസ്റ്റ് ഉണ്ട്. പിന്നെ അതുപോലെ അതിന് ഒരു പ്രിയമുണ്ട്. നമുക്ക് എല്ലാ മധുരവും നമ്മൾ കഴിക്കാറില്ല. നമുക്ക് പ്രിയപ്പെട്ടത് കഴിക്കുമ്പോഴാണ് നമുക്കതിന് ടേസ്റ്റ് കൂടുക. അങ്ങനെയും കൂടെ ഒരു പ്രത്യേകത ഉണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ചേ, എല്ലാ മധുരവും നമുക്ക് ഇഷ്ടമാണോ? മധുരമാണ്, പക്ഷെ മധുരത്തിന്റെ എല്ലാ ടേസ്റ്റും നമുക്ക് ഇഷ്ടമാണോ? ചില മധുരം നമുക്ക് മധുരമാണെങ്കിൽ പോലും നമുക്ക് ഇഷ്ടമില്ലാത്തതില്ലേ? ഇപ്പൊ എനിക്ക് ലഡു ഇഷ്ടമാണ്, പക്ഷെ ജിലേബി ഇഷ്ടമല്ല. സംഭവം സംതിങ് രണ്ടിലും മധുരം തന്നെയാണ് ഉള്ളത്. പക്ഷെ നമുക്ക് ചിലത് ഇഷ്ടമുണ്ടാവില്ല. ചിലത് ഇഷ്ടമുണ്ടാവില്ല എന്ന് മാത്രല്ല, അത് നമ്മൾ കഴിക്കാറില്ല. ഇവൻ അത്രയും നിർബന്ധ അവസ്ഥയിൽ കഴിക്കുകയാണെങ്കിൽ പോലും ഒരു ചെറിയൊരു പീസ് എടുത്ത് കഴിക്കുക. നമ്മളത് ആഗ്രഹിച്ചിട്ടാവില്ല, എന്തെങ്കിലും ആചാരങ്ങളുടെ പേരിൽ മറ്റുള്ളവർക്ക് വിഷമാവണ്ട എന്നൊക്കെ വിചാരിച്ചിട്ട് കഴിക്കുന്നതായിരിക്കാം. ഓക്കെ, അഗെയിൻ ഞാൻ ഒന്നും കൂടെ പറയാണ്, മധുരം എന്ന് വെച്ചാല് നമ്മൾ ഇഷ്ടപ്പെട്ട് കഴിക്കുന്നതുണ്ട്, ഇഷ്ടപ്പെട്ട സാഹചര്യത്തിൽ കഴിക്കുന്നതുണ്ട്. മറ്റൊരു കാര്യം, ഇഷ്ടപ്പെട്ടിട്ടല്ല, പക്ഷെ എന്നിരുന്നാൽ പോലും വേണ്ടി വന്നാൽ നമ്മൾ ഒരു ആചാരത്തിന്റെ പേരിൽ ഇഷ്ടപ്പെടാതെയും കഴിക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ, എഗെയിൻ ഒന്ന് ആലോചിക്കുക. ഇനി നമ്മൾ കാത്തിരുന്ന് ഇഷ്ടപ്പെട്ട് കഴിക്കുന്നതുണ്ട്. ചില സ്വീറ്റ്സ് ഒക്കെ കഴിക്കണം. ഞാൻ ഇടയ്ക്ക് ഹീലൻ ഗ്രോവിൽ ചോദിക്കാറുണ്ട്, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്വീറ്റ്സ് എന്താണ്? ചില സ്വീറ്റ്സ് നമ്മൾ ആഗ്രഹിച്ചിരുന്ന് കഴിക്കാറുണ്ട്. അപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പൊ ഒരു കുനാഫ ചോക്ലേറ്റ് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കത് കാണുമ്പോൾ, നമ്മൾ കഴിച്ചിട്ടില്ലെങ്കിൽ പോലും നമുക്ക് ആഗ്രഹം ഉണ്ടാവും വാങ്ങി കഴിക്കണമെന്ന്. ഒരു കാലത്ത് കേക്കിന്റെ ട്രെൻഡ് ഉണ്ടായിരുന്നു. അപ്പോൾ
ഒരു ബർത്ത്ഡേ അല്ലെങ്കിൽ പോലും നമ്മളൊരു കേക്ക് വാങ്ങി കഴിക്കുക അല്ലെങ്കിൽ ഉണ്ടാക്കി കഴിക്കുക, കുറച്ച് എഫേർട്ട് എടുത്താലും അത് ടേസ്റ്റ് ചെയ്യണം എന്നുള്ള ആ ഒരു, എന്താ പറയാ, ആ ഒരു എന്താ വാക്കിന് പറയാ, നമുക്ക് അങ്ങനെ ഒരു ഇന്റൻഷൻ ഉണ്ടാവും. ഓക്കെ. അപ്പോ അങ്ങനെയൊക്കെ ഉണ്ടാവും. ഇനി ഇനി ആലോചിക്കുക. ഇപ്പൊ നമ്മള് മധുരത്തിന്റെ പല പല രൂപങ്ങളും കണ്ടു. ചിലത് നമുക്ക് ഇഷ്ടമാണ്, ചിലത് ഇഷ്ടമല്ല. മധുരമാണെങ്കിൽ പോലും അധികം മധുരം ഇഷ്ടമല്ല. ചിലത് ഇഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് കഴിക്കുന്നുണ്ട്, ചിലത് ഇഷ്ടപ്പെട്ട് കാത്തിരുന്ന് നമ്മൾ കഴിക്കുന്നതുണ്ട്, ചിലത് നമ്മൾ ഒഴിവാക്കുന്നതുണ്ട്. ഉം. നമ്മളുടെ ജീവിതത്തിലോട്ട് ചില സ്നേഹം ഇങ്ങനെയാണ്. ചില സ്നേഹം ഈ മധുരം പോലെയാണ്. ഈ മധുരത്തിന് മറ്റൊരു പ്രയാസമുള്ളത് എന്താന്ന് വെച്ചാല്, മധുരം നമ്മളെ വല്ലാതെ വേദനിപ്പിക്കും. കുറേ കാലം നമ്മള് ഒരു റിസ്ട്രിക്ഷനും ഇല്ലാതെ മധുരം കഴിച്ചുകൊണ്ടിരുന്നാൽ പിന്നെ നമുക്ക് മധുരയെ കഴിക്കാൻ പറ്റാത്തൊരവസ്ഥയിലെത്തും. റൈറ്റ്? നമ്മള് കൂടുതൽ കൂടുതൽ ഒരുപാട് മധുരം കഴിച്ചു കഴിഞ്ഞാല് നമ്മൾ ബാധിക്കുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമുക്ക് ഉണ്ടാകുക എന്ന് പറയുന്നത് ഈ ഷുഗർ എന്നൊക്കെയാണ്. പക്ഷെ നമ്മൾ കാണാൻ പറ്റാത്ത ഒരുപാട് അസുഖങ്ങൾ നമ്മളുടെ ശരീരത്തിലുണ്ടാവും. ഹൈപ്പർ ആക്റ്റീവ് ആവും, മറ്റു പല പ്രയാസങ്ങളുണ്ടാവും. കുട്ടികളൊക്കെ ചെറുപ്പത്തിൽ ഹൈപ്പർ ആക്റ്റീവ് ആവുന്നത് നമ്മൾ കാണാത്ത രൂപത്തിൽ, അവർ മധുരം കഴിച്ചിട്ടാണ്. നമ്മൾ കാണാത്ത രൂപത്തിലല്ല, നമുക്കത് അറിയില്ല മധുരം കൊണ്ടാണ് കുട്ടികൾ ഇങ്ങനെ ഹൈപ്പർ ആവുന്നത്. പിന്നെ മധുരം കഴിച്ചാല് നമുക്ക് മധുരം ഇസ് എ പോയിസൺ ആണ്, വൈറ്റ് പോയിസൺ ആണ്. ഞാനിപ്പോ അതിലോട്ട് കടക്കുന്നില്ല. അതിനൊരു സൈഡ് എഫക്ട്സ് ഉണ്ട്. ആ സൈഡ് എഫക്ട്സ് വന്നാൽ പിന്നെ ഇതുവരെ കഴിച്ച മധുരമൊന്നും വേണ്ടിയിരുന്നില്ല എന്ന് നമുക്ക് കുറ്റബോധം തോന്നും. കാരണം നോർമൽ ആയിട്ടുള്ള ഫുഡ് പോലും നമുക്ക് ഒഴിവാക്കേണ്ടി വരും. അപ്പൊ ഇതുവരെ മുന്നേ കഴിച്ച എല്ലാ മധുരത്തിനും പിന്നെ നമുക്ക് കുറ്റബോധം വരും. മറ്റുള്ളവർ കഴിക്കണ കാണുമ്പോൾ നമുക്ക് കഴിക്കാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള ആ ഒരു പെയിനും വരും. ഈ കഴിക്കാൻ പറ്റാണ്ടായി കഴിഞ്ഞാൽ, ഒരു അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞാൽ മുന്നത്തേനേക്കാൾ ഇതിനോട് ചിലപ്പോൾ ഒരു ക്രേവിങ്സും വരും. ഓക്കെ, റൈറ്റ്? ഇതുവരെ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇതുവരെ ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി ചില സ്നേഹബന്ധങ്ങൾ ഇങ്ങനെയാണ്. വളരെയധികം സ്വീറ്റ് ആയിട്ട് തോന്നും, വളരെയധികം ടേസ്റ്റി ആയിട്ട് തോന്നും. അത് കഴിക്കുന്ന സമയത്ത് നമുക്ക് വേറുള്ളതിനെ കുറിച്ചൊന്നും നമുക്ക് ധാരണ ഉണ്ടാവില്ല. നമുക്കിത് കഴിച്ചുകൊണ്ടേയിരിക്കാം. ഇത് കഴിച്ചു കഴിഞ്ഞാൽ അടുത്തേക്ക് ചില ചോക്ലേറ്റ് നമുക്ക് അങ്ങനെയാണ്. ഒരു കഷ്ണം മധുരം കഴിഞ്ഞാൽ പിന്നെയും നമുക്ക് കഴിക്കാൻ തോന്നും. ഇല്ലെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ തുടങ്ങി കഴിഞ്ഞാൽ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കാൻ തോന്നും. നമ്മൾ പുറത്തു പോയാൽ നമുക്ക് മധുരം കഴിക്കാൻ തോന്നും. ഈവൻ ജ്യൂസ് ആയിട്ടും മറ്റുള്ളതായിട്ടൊക്കെ നമുക്ക് കഴിക്കാൻ തോന്നും. തോന്നാറുണ്ടോ? തോന്നാറില്ലേ? അപ്പോ ചില സ്നേഹബന്ധങ്ങൾ ഇങ്ങനെയാണ്. ചില സ്നേഹബന്ധങ്ങൾ ഇങ്ങനെയാണ്. അത് മധുരമായിട്ട് നമ്മൾ തോന്നും, മധുരമായിട്ട് നമുക്ക് നന്നായി ഫീൽ ചെയ്യും. പക്ഷെ അത് കഴിക്കും തോറും നമുക്ക് പോയിസൺ ആണ്. പിന്നെ ആ മധുരം ഒരു സ്റ്റേജ് എത്തിക്കഴിഞ്ഞാൽ അതേ മധുരം കഴിക്കുകയാണെങ്കിൽ പോലും നമുക്ക് മധുരമായിട്ട് ഫീൽ ചെയ്യില്ല. നമുക്ക് അത് കഴിക്കാനും തോന്നില്ല. ആ മധുരം കഴിക്കുന്നതിന്റെ എക്സാക്റ്റ് അതിന്റെ ഒരു ഹാപ്പിനെസ്സും ഫീൽ ചെയ്യില്ല, ടേസ്റ്റും ഫീൽ ചെയ്യില്ല. ചിലപ്പോ നമ്മള് മനസ്സറിഞ്ഞുകൊണ്ട് വേണ്ടിയിരുന്നില്ല, വേണ്ടായിരുന്നു, ആ ടേസ്റ്റ് പോലും അറിയേണ്ടിയിരുന്നില്ല എന്ന്. പിന്നെ നിങ്ങളെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്നത് ആ സ്നേഹമായിരിക്കും, ആ പെയിൻ ആയിരിക്കും, ആ ഏറ്റവും നമ്മൾ ഹാപ്പി ആയിട്ട് കൊണ്ടുപോയ ആ മൊമെന്റുകൾ തന്നെ ആയിരിക്കും ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്നത്. ചില വ്യക്തികൾ, നല്ല സൗഹൃദങ്ങൾ ഇപ്പൊ നമ്മളുടെ ജീവിതത്തിലോട്ട് വരും. എന്നിട്ട് നമ്മളങ്ങോട്ട് സ്നേഹം കൊണ്ട് പൊതിയും. ഒരുപാട് ലവ് ബോംബ് തരും. ലവ് ബോംബ് എന്ന് പറഞ്ഞാല് വളരെ പെട്ടെന്ന് നമ്മളായിട്ട് അറ്റാച്ച്ഡ് ആവും.
ഈ സ്നേഹത്തിന്റെ ഒരുപാട് ഗിഫ്റ്റ് തരിക, അല്ലെങ്കിൽ നമ്മളെ കുറെ കെയർ ചെയ്യുക, വല്ലാതെ നമ്മളെങ്ങനെ സ്നേഹിച്ചിങ്ങനെ സ്നേഹത്തിന്റെ പുതപ്പ് കൊണ്ട് മൂടുക എന്ന് പറയില്ല, ആ സാധനമാണ് തരും. പിന്നെ ഈ പുതപ്പ് വെച്ച് ആള് പോവും. പിന്നെ എത്ര മൈനസ് ടെമ്പറേച്ചറിലാണെങ്കിലും നമ്മളിങ്ങനെ വെറുങ്ങലിച്ച് നിൽക്കേണ്ടി വരും. പ്രതീക്ഷകളെല്ലാം അവർ കൊണ്ടുപോകും, ഇനി വേദനിക്കും. അതിപ്പോ ആത്മാർത്ഥ സുഹൃത്തുക്കളാകാം, പാർട്ട്ണർ ആകാം, പിന്നെ ചില വ്യക്തികൾ നമ്മളുടെ ജീവിതത്തിലോട്ട് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കയറി വരുന്നതും ആകാം. അത് എഗെയിൻ ഞാൻ ഒന്നുകൂടെ പറയുന്നു, നമുക്ക് നന്നായി വിശന്നിരിക്കുന്ന സമയത്ത് നമുക്ക് മധുരം കിട്ടുന്ന പോലെയാണ് ചില ആളുകൾ ജീവിതത്തിലോട്ട് കടന്നു വരിക. നമുക്കത് വലിയ ഭാഗ്യമായിട്ട് തോന്നും, വലിയ ആശ്വാസമായിട്ട് തോന്നും. ഈ ആശ്വാസം എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ, നമ്മൾ വിഷമിച്ചിരിക്കുമ്പോൾ ആ വിഷമത്തിലൂടെ കടന്നു പോകുമ്പോൾ ആ സൊല്യൂഷനിലേക്ക് എത്തുന്നതിനേക്കാൾ മുന്നേ ആ വിഷമത്തിന് ഒരു ആശ്വാസമായിട്ട് ഒരാൾ വന്നിട്ട് നമ്മൾ ആ വിഷമം ഫുള്ള് കംപ്ലീറ്റ് ആക്കാതെ ഈ വ്യക്തി വന്നപ്പോൾ നമുക്കൊരു ആശ്വാസമായിട്ട് നമ്മൾ കംഫേർട്ട് സോണിൽ എത്തിയിട്ടുണ്ടെങ്കിൽ ഈ വ്യക്തി പിന്നീട് നമ്മളെ ഒരുപാട് അറിഞ്ഞോ അറിയാതെയോ വേദനിപ്പിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കും. അവരറിഞ്ഞോളന്നില്ല, നമ്മൾ ഈ പെയിന് ഫുള്ള് കംപ്ലീറ്റ് ആയിട്ട് അനുഭവിച്ച് തീർത്തിട്ടുമില്ല. ഈ പെയിനിലോട്ട് ഇറങ്ങി അപ്പോഴാണ് ഈ വ്യക്തി വരുന്നത്. ഈ വ്യക്തി വന്നപ്പോ പെയിന് നമ്മൾ മറന്നു, ഈ വ്യക്തിയിൽ നമ്മൾ അഡിക്റ്റ് ആയി. പിന്നെ ഈ വ്യക്തി പോയി കഴിഞ്ഞാൽ ഈ പെയിന് ബാക്കിയാണ്, ഈ വ്യക്തി തന്ന പെയിനും ബാക്കിയാണ്. മധുരം പിന്നെ നമുക്ക് പ്രയാസമാണ്. പിന്നെ നല്ല മധുരം ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് കഴിക്കാൻ ഭയമാണ്. പിന്നെ ഈ വാങ്ങി വെച്ച സ്നേഹത്തിന്റെ, അനുഭവിച്ച സ്നേഹത്തിന്റെ ഭാഗമായിട്ട് നമ്മളിങ്ങനെ ഓരോ നിമിഷവും ഇഞ്ചിഞ്ചിഞ്ചായിട്ട് വേദനിക്കും. അതിപ്പോ ഒരു പാർട്ട്ണർഷിപ്പ് കൂടി ബിസിനസ് ചെയ്യുന്നതാകാം, അവിശ്വാസത്തിന്റെ പുറത്ത് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കാം. ചില ചില ബന്ധങ്ങൾ, ഇപ്പോ മദർ ലോ ആയിട്ടുള്ള ബന്ധങ്ങളൊക്കെ നമ്മൾ ഒരുപാട് സ്നേഹം കൊടുക്കും. സ്നേഹമാണ് തിരിച്ചു കിട്ടുമെന്ന് വിചാരിച്ച് കുറെ കൊടുക്കും. പക്ഷെ തിരിച്ചു കിട്ടുന്നത് അപ്പൊ നമുക്ക് കൈപ്പക്ക ജ്യൂസ് ആയിരിക്കും. എഗെയിൻ ഒന്നും കൂടെ പറയാണ്, നമ്മൾ അവർക്ക് ആദ്യം സ്നേഹം കൊടുക്കും, നല്ല ഓറഞ്ച് ജ്യൂസ് അങ്ങോട്ട് കൊടുക്കും, അവര് നമുക്ക് ആദ്യമേ തരുന്നത് കൈപ്പക്ക ജ്യൂസ് ആയിരിക്കും. ഈ കൈപ്പക്ക ജ്യൂസ് കുടിച്ച് 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 പിന്നീട് നമുക്ക് എന്താ ഉണ്ടാവുക എന്ന് വെച്ചാല്, ഇവന് ഇനി എവിടുന്ന് കൈപ്പക്ക ജ്യൂസ് കിട്ടിയാലും കുഴപ്പമില്ല, ഓറഞ്ച് ജ്യൂസ് കിട്ടിയാലും കുഴപ്പമില്ല, അങ്ങനെ നമ്മൾ സ്ട്രോങ് ആയിട്ട് മാറും, ബോൾഡ് ആയിട്ട് മാറും. ഓക്കെ, ചില ആളുകൾ ഈ കൈപ്പക്ക ജ്യൂസ് കുടിക്കുമ്പോൾ പിന്നെ അവർക്കും അങ്ങോട്ടും എല്ലാവർക്കും അവർ വിചാരിക്കുക എല്ലാവരും ഇങ്ങനെ തന്നെയാണ്, എല്ലാവർക്കും കൈപ്പക്ക ജ്യൂസ് തന്നെയാണ് ഇഷ്ടമുള്ളോ എന്ന് വിചാരിച്ച് നമ്മളും അവർക്ക് ഈ കൈപ്പക്ക ജ്യൂസ് കൊടുത്തു. ഇത് ഒരുപാട് കൺഫ്യൂഷൻ ആക്കുകയും അതുപോലെ ക്ലാരിറ്റി ഉണ്ടാക്കുകയും ചെയ്യേണ്ട സെഷനാണ്. നമ്മളുടെ അടുത്തേക്ക് വരുന്ന എല്ലാ സ്നേഹവും സ്നേഹമല്ല, ആ സ്നേഹം എന്നും നിലനിൽക്കുന്നതല്ല, ആ മധുരം എന്നും നമുക്ക് കഴിക്കാൻ പറ്റുന്നതല്ല, ആ മധുരത്തിന് എന്നും ഒരേ ടേസ്റ്റ് ഉണ്ടാവില്ല. ആ മധുരം കാരണം ഒരുപക്ഷെ തീരെ നമ്മള് മധുരം കഴിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ നമ്മൾ നിൽക്കേണ്ടി വരും. നമ്മളിലേക്ക് ഒരു സ്നേഹം വരുമ്പോ ആലോചിക്കുക, ഈ സ്നേഹം എത്ര കാലം ഉണ്ടാകും, ഈ സ്നേഹം എന്നിലേക്ക് വന്നത് എൻ്റെ എന്ത് ക്വാളിറ്റി കണ്ടിട്ടാണ്, ഞാൻ ഈ വ്യക്തിക്ക് എൻ്റെ സ്നേഹവും സമയവും സാമീപ്യവും ചിന്തകളും കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും? വിഷമമായിരിക്കോ, പ്രയാസമായിരിക്കോ, സന്തോഷമായിരിക്കോ, സമാധാനം. എന്നാൽ ഇതേപോലെ നല്ല അക്കൗണ്ടബിലിറ്റി പാർട്ട്നേഴ്സ് ഉണ്ട്. ഇപ്പൊ സോൾ മാസ്റ്ററിയിലൊക്കെ ഉള്ള അക്കൗണ്ടബിലിറ്റി പാർട്ട്നേഴ്സ് ആണ്. തിരിച്ചവർ ക്യാഷോ കാര്യങ്ങളോ ഒന്നും കൊടുക്കുന്നില്ല, അങ്ങോട്ടും കുറച്ച് സ്നേഹം കൊടുക്കും, ഇങ്ങോട്ടും കുറച്ച് സ്നേഹം വരും. കിട്ടിയ കിട്ടിയില്ലെങ്കിൽ പോയി, ഇറ്റ്സ് ഓക്കെ, നമ്മൾ വിഷമിക്കുന്നില്ല.
ചോദിച്ച് മേടിക്കാനുള്ള ഒരു ഫ്രീഡം ഉണ്ട് അവിടെ. കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ളതുണ്ട്. നമ്മളൊന്നും പ്രത്യേകിച്ച് ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല. അതാണ് അക്കൗണ്ടബിലിറ്റി പാർട്ട്ണർഷിപ്പ്. പരസ്പരം ഗ്രോത്തിന് വേണ്ടിയിട്ട് തിരിച്ചൊന്നും വലിയ കാര്യങ്ങളൊന്നും പ്രതീക്ഷിക്കാതെ നമ്മൾ ഗ്രോത്തിന് വേണ്ടിയിട്ട് നൽകുന്ന സമയവും ചിന്തകളും ബ്ലെസ്സിങ്ങും പ്രാർത്ഥനകളും സ്നേഹവും ഒക്കെയാണ്. ഓക്കെ, അപ്പോ നമ്മൾ ഒരാളിലേക്ക് സ്നേഹം ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് തിരിച്ചു കിട്ടണം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തിരിച്ചു കിട്ടുമോ എന്ന് ഉറപ്പുള്ളിടത്ത് കൊടുക്കുക. അല്ലെങ്കിൽ തിരിച്ചു കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, അതെന്നെ ബാധിക്കില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ കൊടുക്കുക. ഇതെന്റെ ഗ്രോത്തിനെ പോസിറ്റീവായിട്ട് ബാധിക്കും, എല്ലാ കാലത്തും പോസിറ്റീവായിട്ട് ബാധിക്കും, നെഗറ്റീവ് ആവില്ല എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക. കാരണം വീണ് കിടക്കുമ്പോൾ ആരുടെ കൈകളാണ് നിങ്ങൾക്ക് ഉണ്ടാവുക എന്നറിയില്ല. നിങ്ങളൊന്ന് എഴുന്നേൽപ്പിക്കാൻ നിങ്ങൾ വീണ് കിടക്കുമ്പോൾ ആരുടെ കൈകളാണ് ഉണ്ടാകുക. പല സ്നേഹബന്ധവും നമുക്ക് ചുറ്റും വരും, നമ്മളിലേക്ക് ഇങ്ങനെ ആകർഷിക്കും. ചിന്തിച്ചിട്ട് മാത്രം തീരുമാനിക്കും. നമ്മൾ പലപ്പോഴും ഒരു പെയിനിന്റെ ആശ്വാസത്തിന് വേണ്ടിയിട്ട് പെട്ടെന്നുള്ള ഒരു പെയിൻ അനുഭവിക്കുമ്പോൾ വലിയൊരു ആശ്വാസത്തിന് വേണ്ടി പെട്ടെന്ന് നമ്മൾ സ്കിപ്പ് ചെയ്തിട്ട് മറ്റൊന്നിലോട്ട് ലഹരിക്ക് അടിമയാകുന്നവർ ഇങ്ങനെയാണ്. പിന്നെ അതിൽ നിന്ന് തിരിച്ചു വരാൻ പറ്റും. ഈ കാലഘട്ടത്തില് ഒരുപാട് വിഷമങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്നുണ്ട്. ആളുകൾക്ക് മാനസിക സമ്മർദ്ദം, മാനസിക ആരോഗ്യം ഇല്ലാത്തത് കൊണ്ടാണ് മറ്റെല്ലാം സംഭവിക്കുന്നത്. അവര് ഹാപ്പിനെസ് കണ്ടെത്തുന്നത് പെയിനിലൂടെയാണ് എങ്കിൽ പിന്നെ ആ വേദനകൾക്കൊന്നും ഒരു പ്രശസ്തിയില്ല. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നാട്ടിൽ പല കാര്യങ്ങളും നടക്കും, നമുക്കറിയാത്തതിനെ പറ്റി ഒരുപാട് ഡിസ്കസ് ചെയ്യാതിരിക്കുക. നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഒരുപാട് ഡിസ്കസ് ചെയ്ത് നമ്മൾ ആരുമായിട്ടും കമ്പയർ ചെയ്യാതിരിക്കുക. നമ്മുടെ കൂടെ ഉള്ളവരോടും മക്കളോടും ഇതിനെ പറ്റിയിട്ട് ആ കുട്ടികളെ വളർത്തി വലുതാക്കിയിട്ട് ഇതൊക്കെയാണ് ഇപ്പൊ കിട്ടണത് എന്ന് പറഞ്ഞ് അവരിതായിട്ട് കണക്ട് ചെയ്യാതിരിക്കും, കമ്പയർ ചെയ്യാതിരിക്കും. ഓക്കെ, അഗെയിൻ ഞാൻ ഒന്നുകൂടെ പറയാണ്, സ്നേഹം വളരെ ബ്യൂട്ടിഫുൾ ആണ്. വാങ്ങുന്ന സമയത്ത് നമ്മൾ അത് ശ്രദ്ധിക്കാം. കാരണം ആ സ്നേഹത്തിന് നിങ്ങളെ ഇഞ്ചിഞ്ചായി കൊല്ലാനുള്ള ശക്തിയുണ്ട്. സ്നേഹം വളരെ ബ്യൂട്ടിഫുൾ ആണ്, വളരെ പ്രഷ്യസ് ആണ്, വളരെ വളരെ വാല്യൂ ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആർക്കാണോ സ്നേഹം കൊടുക്കുന്നത് ആ സ്നേഹത്തിന് വിലയുണ്ട്. അല്ലെങ്കിൽ ആ സ്നേഹവും തിരിച്ചു കിട്ടാതാവുമ്പോൾ നമ്മൾ വല്ലാതെ വേദനിക്കേണ്ടി വരും. ഈ രണ്ട് കാര്യം എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക. കാരണം നമ്മുടെ മാനസികാരോഗ്യം താളം തെറ്റാൻ ഇതിനേക്കാൾ വലിയൊരു കാര്യമില്ല. സ്നേഹമാണ്, അതിന് മധുരമുണ്ട്, പക്ഷെ അതുപോലെ തന്നെ അതൊരു വിഷം കൂടിയാണ്. ഓക്കെ, ഓൾ ദി വെരി ബെസ്റ്റ് മൈ ഡിയേഴ്സ്. പതിയെ നിങ്ങൾ കണ്ണുകൾ അടച്ച് കാലുകൾ നിലത്ത് പതിച്ച് വളരെ സാവധാനം ശ്വാസത്തിലോട്ട് മാത്രം ശ്രദ്ധിക്കുക. Breathe in, breathe out, breathe in, breathe out, breathe in, breathe out. നിങ്ങൾ വലത് കൈ ഹൃദയഭാഗത്ത് ചേർത്ത് വെച്ച് നിങ്ങളുടെ ഉള്ളിൻ്റെ സ്നേഹത്തിനോട് സംസാരിക്കുകയാണ്. ഉള്ളിൻ്റെ ഉള്ളില് നമ്മളുടെ സ്നേഹത്തിനോട് സംസാരിക്കുകയാണ്. I am sorry. Please forgive me. I thank you. I love you.
I am sorry. Please forgive me. I thank you. I love you. പ്രിയപ്പെട്ട സ്നേഹമേ, I am really sorry. Really sorry. Really sorry. ഞാൻ നിന്നെ പല രീതിയിൽ വേദനിപ്പിച്ചിട്ടുണ്ട്. നിന്നെ ഞാൻ അർഹിക്കാത്തവരിലേക്ക് കൊടുത്തിട്ട് നിന്നെ തിരിച്ചു കിട്ടാതെ വേദനിച്ചിട്ടുണ്ട്. നീയും എന്നിലേക്ക് എത്താതെ ഒരുപാട് വേദനിച്ചിട്ടുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പ്രിയപ്പെട്ട സ്നേഹമേ, നിന്നെ ഞാൻ അർഹിക്കാത്തവരിലേക്ക് കൊടുത്തിട്ട് ചില സമയത്തിന്റെ അറിവില്ലായ്മ കൊണ്ട് നിന്നെ ഞാൻ മോശമായി പ്രയാസപ്പെടുത്തി, വേദനിപ്പിച്ച്, ബുദ്ധിമുട്ടിച്ച്, കരയിപ്പിച്ച്, സങ്കടപ്പെടുത്തി, നിരാശയിലൂടെ കടത്തിവിട്ടിട്ടുണ്ട്. ഐ ആം റിയലി സോറി. എൻ്റെ അറിവില്ലായ്മ കൊണ്ട് നിന്നെ ഞാൻ വേദനിപ്പിച്ചതിന് ഞാൻ ആത്മാർത്ഥമായി ക്ഷമ ചോദിക്കുന്നു. അർഹരല്ലാത്തവരിലേക്ക് നിന്നെ ഞാൻ എത്തിച്ചതിന് ആത്മാർത്ഥമായി ക്ഷമ ചോദിക്കുന്നു. നീ എനിക്ക് മാപ്പ് നൽകുക. ഐ താങ്ക് യു മൈ ഡിയർ. നീ എന്നിൽ ഉണ്ടാകുമ്പോഴാണ് ഞാൻ എന്നെ അനുഗ്രഹിക്കുന്നത്, ഞാൻ എന്നെ അറിയുന്നത്, ഞാൻ എന്നെ സ്നേഹിക്കുന്നത്. ഈ ലോകം എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിലും എനിക്ക് കാണാൻ കഴിയുന്നത്, എന്നെ ആ സ്നേഹത്തിന്റെ കണ്ണുകൊണ്ട് എനിക്ക് കാണാൻ കഴിയുന്നതും, എനിക്ക് ആവശ്യമില്ലാത്ത സ്നേഹത്തെ എനിക്ക് വേണ്ടെന്ന് വെക്കാൻ കഴിയുന്നതും. ഐ താങ്ക് യു ഡിയർ. താങ്ക് യു സോ മച്ച്. ഐ ലവ് യു ഡിയർ. ഐ ലവ് യു. ഐ ലവ് യു. ഞാൻ നിന്നെ ഒരുപാട് ബഹുമാനിക്കുന്നുണ്ട്, സ്നേഹിക്കുന്നുണ്ട്, സംരക്ഷിക്കുന്നുണ്ട്. എനിക്ക് നിന്നെ വല്ലാത്ത പ്രണയമാണ്. അതുകൊണ്ട് തന്നെ ഇനി നിന്നെ ഞാൻ ആർക്ക് കൊടുക്കുമ്പോഴും ഞാൻ അറിഞ്ഞുകൊണ്ട് ഞാൻ ഒരുപാട് ചിന്തിച്ചുകൊണ്ട് നിന്നെ വേദനിപ്പിക്കാത്ത രീതിയിൽ, നിന്നെ വിഷമിപ്പിക്കാത്ത രീതിയിൽ, നിനക്ക് കുറ്റബോധമില്ലാത്ത രീതിയിൽ മാത്രമാണ് നിന്നെ ഞാൻ മറ്റൊരാളിലേക്ക് കൊടുക്കുകയുള്ളൂ. നീ അവിടെ പോയാലും എന്നിലേക്ക് തിരിച്ചു വരുമെന്ന് ഉറപ്പുള്ളവർക്ക് മാത്രമാണ് ഞാൻ നിന്നെ കൊടുക്കുകയുള്ളൂ. I love you. I love you. I love you. I'm sorry. Please forgive me. I thank you. I love you. പതിയെ നിങ്ങൾ 2 കൈകൾ റബ്ബ് ചെയ്തുകൊണ്ട് ആ ചൂട് സ്നേഹമാണ് എന്ന് മനസ്സിലാക്കി കണ്ണിന് മുകളിൽ, കവിളിന് മുകളിൽ, ശരീരത്തിന്റെ എല്ലാ ഭാഗത്തും ടച്ച് ചെയ്തുകൊണ്ട് പതിയെ കണ്ണുകൾ തുറക്കുക. പതിയെ കണ്ണുകൾ തുറക്കുക. I love you so much. I love you so much. I love you so much. ഞാൻ നിങ്ങളിലേക്ക് നൽകുന്ന സ്നേഹം ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളതാണ്. ഏറ്റവും എൻ്റെ അനുഗ്രഹവും പ്രാർത്ഥനയും ഒക്കെയാണ്. ഏറ്റവും ഞാൻ സമ്പാദിച്ചു വെച്ചതിൽ നിന്ന് എൻ്റെ പല ഇഷ്ടങ്ങളും വേണ്ടെന്ന് വെച്ച് ഞാൻ പ്യുവറായിട്ട് സമ്പാദിച്ചു വെച്ചതിൽ നിന്നുള്ള സ്നേഹം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു. I am sorry. Please forgive me. I thank you. I am really sorry. Please forgive me. I thank you. I love you. I love you. I love you. I love you so much. എനിക്ക് നിങ്ങളോട് അതിയായ പ്രണയമാണ്. എനിക്ക് നിങ്ങളോട് അതിയായ പ്രണയം. All the very best, my dears.